ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വേദയും വിക്രമും വർത്താനം പറഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ അനിയൻകുട്ടനെ കാണില്ല കേട്ടോ. അപ്പോൾ അനിയൻകുട്ടനെ കാണാണ്ട് വാതിൽ തുറന്ന് കിടക്കുക. അപ്പോൾ അവരിങ്ങനെ തേയിലത്തോട്ടത്തിൽ അവിടെയൊക്കെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് മൂലയ്ക്ക് പോയിരുന്ന് പേടിച്ചിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവർ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തെ സമാധാനിപ്പിച്ച് നമ്മുടെ അനിയൻകുട്ടനെയും കൊണ്ട് അവരകത്ത് ചെല്ലുകയാണ്. പിന്നീട് നേരെ വെളുത്ത് കഴിഞ്ഞ് വേദ വിക്രത്തിന് ചായയായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ പഴയ കാലത്തെക്കുറിച്ചൊക്കെ വിക്രം വേദയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ദർശനും ഞാനും തമ്മിൽ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന കൂട്ടുകാരാണ്. ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. വലുതായി വക്കീലൊക്കെ ആയ ശേഷമാണ് ചന്ദ്രശേഖരൻ അങ്കിളിന് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. അത് എന്നോടും കുടുംബത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല, സ്വത്ത് കൈമാറി പോകരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്കിൾ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ എന്നെ വേദ പറയുകയാണ് കേട്ടോ. അപ്പോൾ രാധയുടെ കാര്യം ചോദിക്കുന്നുണ്ട് വിക്രത്തിനോട്. അപ്പോൾ വിക്രം പറയും, ഞാൻ അവളെ എൻ്റെ ഒരു പെങ്ങളെ പോലെ കണ്ടിട്ടുള്ളൂ, അവളാണ് വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നതെന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയാണ്, ഇപ്പോൾ അവൾക്ക് നല്ല പക്വതയായ പോലെയൊക്കെയാണെന്നൊക്കെ പറയാണ്. അപ്പോൾ വേദ പറയാണ്, നമ്മൾ പിണങ്ങി മാറിയിരുന്ന സമയത്ത് രാധ എന്നെ കാണാൻ വന്നിരുന്നു, വിക്രമേട്ടനെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അവളങ്ങനെ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് വേദ അവിടെ വിക്രം പറയാണ്, നമുക്ക് ഈ തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ നടക്കാമെന്ന് പറയാം. അപ്പോൾ പറയാണ് വേദ, നമ്മൾ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതല്ല, നമ്മളെ കണ്ട അതായത് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രേമം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ണും മൂക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല എന്നൊക്കെ പറയാം കേട്ടോ വേദ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സ്ത്രീകൾ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, പെണ്ണുങ്ങൾക്ക് ഉണ്ട് ഇഷ്ടം, തന്നെ സ്നേഹിക്കുന്നവൻ ഏത് നരകത്തിലേക്ക് വിളിച്ചാലും അവർ ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ പള്ളിയിലെ മൈക്കിളച്ഛനെ കാണുകയാണ് കേട്ടോ. മൈക്കിളച്ഛൻ ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുകയാണ്, വേദയ്ക്കും വിക്രത്തിനും അപകടം ഉണ്ടാവുന്നതായിട്ട് അച്ഛന് തോന്നുകയാണ്. അച്ഛനത് നമ്മുടെ ഗീവർഗീസിനോട് പറയുകയാണ്. അപ്പോൾ ഗീവർഗീസ് അത് വേദയും വിക്രത്തിനെ അറിയിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.